ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സവദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീതവതകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ആധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം നമ്മൾ കഴിയാറായി അല്ലേ? കുറച്ച് ഭാവങ്ങളെ കഴിയുമ്പോൾ അങ്കാദികളൊക്കെ കണ്ടു, സമ്പാദ്യവാക്യവും കഴിയുമ്പോഴത്തേന് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സുന്ദരകുട്ടന്മാര്, ഭഗവാന്റെ ഭക്തന്മാര്. അങ്ങനെ ആ സുന്ദരമായ കാണ്ഡത്തിലേക്ക് നമ്മൾ ഒരുപക്ഷെ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് പ്രവേശിക്കാൻ പറ്റും അല്ലേ? ശരിയല്ലേ? അടുത്ത ക്ലാസ് പറ്റുമോ? ഇന്നത്തെ ക്ലാസ്? അതെ അതെ അതെ. അപ്പം സ്വയംപ്രഭയുടെ സ്തുതി നമ്മൾ വായിച്ചോ? സ്വയംപ്രഭാ സ്തുതി തുടങ്ങണം. അപ്പം സ്വയംപ്രഭയുടെ സ്തുതി നമ്മൾ വായിക്കുകയാണ്. ഇതിനിടയ്ക്ക് സ്വയംപ്രഭയുടെ സ്തുതി വായിക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു കോട്ട് എനിക്ക് കിട്ടി. ആ ഒരു നമ്മൾ വായിക്കുമ്പോഴും, അതായത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അല്ലേ? രാധാകൃഷ്ണൻ എന്നല്ലേ പേര്? സി രാധാകൃഷ്ണൻ എന്നാണോ? എസ് രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണൻ അദ്ദേഹം യുനെസ്കോയുടെ യോഗത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു ജനത അഭിമാനത്തോടെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ലൗകിക വിജയത്തിലും സമൃദ്ധിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് അതിൻ്റെ നാശത്തെ നിറവേറ്റുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് പണമൊക്കെ ഉണ്ടായി, അപ്പം പറയും ഞാനാണ് തീരുമാനിക്കുന്നത് പണം, അപ്പം പണം എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാമോ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ ആണ് ഈ ലൗകിക സുഖത്തിലോട്ട് വരുന്നത്. ഞാൻ പറയാൻ കാരണം രാമായണവും മഹാഭാഗവതവും ഭഗവത്ഗീതയൊക്കെ അധികമായ ലൗകിക തൃഷ്ണകളെ നിയന്ത്രിക്കുന്നു. അത് ഇത്തരം ആത്മീയ ഗ്രന്ഥങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു ഗ്രന്ഥത്തിനും ആ സവിശേഷത നമുക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിന്റെ കുഴപ്പമല്ല, ആചാര്യന്മാരുടെ കുഴപ്പം. കാര്യം ആചാര്യന്മാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യും. അങ്ങനെയല്ല ഈ ഭാരതീയമായ നമ്മുടെ ആ ധർമ്മഗ്രന്ഥത്തിലുള്ളത്. അപ്പൊ അവിടെ പറയുന്നത് ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് സ്കൂളുകളുടെയും ലൈബ്രറികളുടെയും കടകളുടെയും ഫാക്ടറികളുടെയും പുനരധിവാസമല്ല, മറിച്ച് മനുഷ്യന്റെ പുനരധിവാസമാണ്. ഒരു പുതിയ ലോക സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ നാം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കണം. ആ നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് സ്വയംപ്രഭയുടെ സ്തുതി വായിക്കും. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു. സുമാജി, ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർസ്തുത്വാ ബഹുവിധം കാർത്തിം തവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ കാൺമതിനായി കൊണ്ടു വന്നേനിവിടെ ഞാൻ സൗമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ജ്ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ തദ്രൂപ സന്ദർശനാർത്ഥം തപോബല അദ്യൈവ നൂനം ഫലിതം രഘുപദേ ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹർസ്ഥിതം സർവഭൂതേഷ്വപി സന്താമലക്ഷമാദ്യന്തഹീനം പരം മായായ വനിത ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹം അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തയോഗാർത്ഥമായി ലോകേശമുഖ്യമൗരഖമർപ്പിക്കയാൽ ഭൂമിയിൽ വന്നവ തീർന്നനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനാറിയം സുകൃതിനാം രൂപത വേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മ മരണ ഭീതനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രികളെത്ര മിത്രാർത്ഥ വിഭൂതികൾ കൊണ്ടെത്രയും ദർശിതരായുള്ള മനുഷ്യർ രാമ രാമേതി ജപിക്കലെന്നുമേ രാമനാമം ജപിക്കായി വന്യണമേ നിത്യം നിവർത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കഞ്ചനാർത്ഥായ തേ നമാം സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ വേദാത്മകം കാമരൂപീണമീശാന ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യാവിഡംബനം ദേവ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും തൊന്മയായ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനാവസന്തരേ ദേവതുല്യമനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളും കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമശഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിക ചൊല്ലുന്നിതു ഭൂവി കോസാല ഭൂപതി തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥമാന്യനായിട്ട മൈഥിലി ഭാഗ്യ സിദ്ധിക്കുന്നിതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിക ദുഷ്ട നിശാചര വംശമുടുക്കുവാൻ
മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിൽ എന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യാമുനി ജനമൊന്നും തിരിച്ചറിയാവതുമെല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതു ആദരവോടു കേൾക്കുന്നിതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാമവനു നിൻ പാദപങ്കേരുകം. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമകം. ശ്യാമളം കോമളം ബാണധനുധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവമുഖ്യകാപികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമഃ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലാവാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസെ കാംക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൽ ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ. യാത്ര കുത്രാപി വസിക്കലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്ത്യഭൃതേഷു സംഘം പുനരുൾഭൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടൈക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കണമെൻ മാനസം. സീതാ സുമിത്രാത്മജാനിത്വം രാഘവം പീതവസ്ത്രം ചാപ ബാണാസനധരം ചാരുമകൂട കടക കടി സൂത്രഹാര മകരമണീയ കുണ്ഡലാനുകൂര ഹേമകാന്തി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നി പോക ബധിരാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മിനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമ വാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബധിരാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചതവ്യയം. ഹരേ രാമ 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 ഹരേ ഹരേ. അംഗാദികളുടെ മീരാജി. മർക്കട സഞ്ജയം ദേവിയേയാരാഞ്ഞു വൃക്ഷഷഡേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴുന്നു നടന്നു നാമേതുമറിഞ്ഞീല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ.
പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കുമതിന്നില്ലൊരന്തരം എന്നീലവന്നൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രഭം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയിക്ക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയ കോവിദൻ വാദജനങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ദകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസേ സദാ. ഭാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കല. ഹാനീവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും. ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും. വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊൽവൻ കേൾക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിത അയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ. പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവ പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും. പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും.
വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടിവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം. ആശ്വസിപ്പിച്ചുടൻ വിദ്യാചലം പൂക്കു കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റ മഘാതം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ചയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോനമെന്തിനി ചെയ്വതു സന്തതമോർക്കനാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. കണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശഖണ്ഡനെയും കണ്ടു കിട്ടീല കുത്രജിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്കു പാത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെ ഓർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി. ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഖം പരിസ്ത്രസ്തരായന്യോനമാശു ചൊല്ലിയിടിനാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്യാം സുധീർ പ്രഭു. ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ. അതീന്ദ്രന് തുല്യനായൊരു ഗൃതാധിപൻ സ്വത്തരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു. കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നാം എല്ലാരു കാര്യവും കൃതമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സാമിയും ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമീവാനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകുന്നതേ ഭയം. നിർമ്മലനായ ധർമാത്മജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതീനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റാരു തോർക്കു കിട്ടും. ശ്രീരാമകാര്യമോർത്തമാശു മരിച്ചവൻ ചേരുമാറിയതു രാമപാദാംബുജെ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹന അനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദ്യം മനസാനന്ദം കലർന്നു ചോദിച്ചതു. കർണപീയൂഷ സമാനമം വാക്കുകൾ ചെന്നതാരിന്നു ജടായു എന്നിങ്ങനെ. നിങ്ങളോരെന്തു പറയുന്നിതന്യൂനമിങ്ങു വരുവിൻ ഭയപ്പെടായി കേതുമേ. ഉംബർക്കോൻ പൗത്രനു മൻപോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലന്മാറുച്ച് ചെന്നാം. ഭോജലച്ചനൻ തൻ പാദപങ്കജം സംഭവ്യ സമ്മോദമുൾക്കൊണ്ട് ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥ നാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ. പുഷ്കര നേത്രനം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനോടു നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൂകിതു കാനനം. തദാജ്ഞാപുര കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും. ദുഷ്ടനായുള്ള ദശമുഖന് സീതയെ ലക്ഷ്മണനും കമലേശനും പിരിഞ്ഞ
പിരിഞ്ഞ ശോണീപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത നക്ഷണാദര അക്ഷണ ആദരനോട് ശരണോട് ജടായുവാം പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പശീന്തനും പതിച്ചാൽ ധരണീതല ഭർത്താവിനെ കൊണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്നനുഗ്രഹിച്ചാൽ ധാരാപുത്രിയും തൽപ്രസാദേന പശീന്ദ്രനും രാമനെ കൊണ്ട് വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കലോത്ഭവനാകിയ രാമനു മർക്കജനോടഗ്നി സാക്ഷീകമാം വണ്ണം സഖ്യവും ചെയ്തുടങ്കോന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജീവൻ നൽകിനാൻ വാനരാധീശ്വനായ സുഗ്രീവനും ജാനകി എത്തിരഞ്ഞാശു കണ്ടിട്ടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചതു ലക്ഷം കബീവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്കുമേ 30 നാളിനകത്തു ചെന്നീടായികലപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതോളു മുൾപ്പൂകു വാസരം പോയതു നീതുമറിഞ്ഞില്ല ഞങ്ങളതു കൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭഗവാനെയും കണ്ടു കിട്ടി ബലൻ ഏതാനുമുണ്ടെറിഞ്ഞു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിട്ടിയായിരുന്നോ ലൈൻ? പ്രഭു, ഞാൻ മൊബൈലിൽ നിന്നാ ജോയിൻ ചെയ്തിരിക്കണേ. എനിക്ക് വായിക്കാൻ പറ്റില്ല, പുസ്തകവും ഇല്ല. ഹരേ കൃഷ്ണ. സന്തോഷം. ഇന്ന് നമ്മള് വിജയമാതാജി ഹരേ കൃഷ്ണ, ഒരു ഗസ്റ്റ്, പുതിയ ഗസ്റ്റ് നാട്ടിൽ നിന്നാണ്. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നമ്മള് അധ്യാത്മ രാമായണത്തിന്റെ നല്ലൊരു ഭാഗത്തേക്ക് പ്രവേശിക്കണം. എല്ലാ നല്ല ഭാഗങ്ങൾ തന്നെ, പക്ഷേ നിർണായകമായ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ വിശ്വകർമാവിന്റെ മകളായ ഹിമയുടെ തോഴി സ്വയംപ്രഭ, ആ സ്വയംപ്രഭ ഒരു ഗന്ധർവിന്റെ മകളാണ്. ആ ഹിമ ഉപദേശിച്ചിട്ട് പോകുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ ഇതുവഴി വരും തൻ്റെ പത്നിയെ തേടിക്കൊണ്ട്. അപ്പം ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചിരിക്കാൻ പറഞ്ഞു. നോക്കണം, ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം അറിയാനുള്ളത്, രാത്രിയെ നമുക്ക് ലൈറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും, പക്ഷേ സൂര്യപ്രകാശത്തെ നമുക്ക് വരുത്താൻ പറ്റത്തില്ല. പറ്റുമോ? സൂര്യപ്രകാശം മാറാൻ വേണ്ടി നമ്മൾ രാത്രിയുടെ യാമങ്ങളെല്ലാം കഴിഞ്ഞിരിക്കണം, അല്ലേ? കഴിക്കണം. ക്ഷമയോടെ കഴിച്ചെങ്കിൽ മാത്രമേ ആ രാത്രി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സൂര്യൻ ഉദിക്കണം, ശരിയല്ലേ? അതുപോലെ ആ ഭഗവാന്റെ പ്രകാശം കിട്ടണം എന്നുണ്ടെങ്കിൽ അന്ധകാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓം അജ്ഞാനതിമിരാന്തശലാഖയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളെയും അന്ധകാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രയാസങ്ങൾ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ വരണം. പ്രകാശം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. യാതൊരു കൃത്രിമത്വവും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പൊ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. സൂര്യപ്രകാശത്തെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ സൂര്യൻ വരും. ആ സൂര്യൻ വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ സ്വയംപ്രഭ ക്ഷമയോടെ കാത്തിരുന്നു, ധ്യാനിച്ചിരുന്ന അവസാനം ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ വരുമ്പോൾ സ്വയംപ്രഭ സ്തുതിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ടൊന്ന് വായിച്ചു, എന്ത് രസമാണെന്ന് അറിയാം.
ഭയങ്കര ഭക്തിയാണ്. രാമ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. എന്നും ശ്രീരാമചന്ദ്രന്റെ രാമനാമം എനിക്ക് എപ്പോഴും ജപിക്കാൻ തോന്നണമേ എന്നാണ് ആദ്യം പിന്നെ പറയുന്നത്. പിന്നെ പറയുന്നതാണ് നിർമ്മലാത്മവാം ഭവാൻ അവസ്ഥാന്തരി ദേവത്തിരങ്കു മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്യുവതും നിൻമഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേവിപു. കൽമഷഹീനം നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കും. കൽമഷഹീന കരുണാനിധേ, കരുണാകര, ദയാപര. ഭഗവാൻ വളരെ കരുണാകരനാണ്, കരുണാപരനാണ് പറയുകയാണ്. അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാണ്? മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. അവിടെയാണ് ഭഗവത്ഗീത പറയുന്നത്, യഥായഥാ ധർമ്മസ്യ അഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമഹം. എപ്പോഴാണോ ധർമ്മത്തിനെല്ലാം കോട്ടം സംഭവിക്കുന്നത് അന്നേരം എല്ലാം ഭഗവാൻ അവതരിക്കും. ധർമ്മത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസുരന്മാർ കൂടും. അസുരന്മാർ കൂടുമ്പം സ്വാഭാവികമായിട്ടും ഭൂമിക്ക് ഭാരമുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഭൂമി വീണ്ടും പരിദേവനമായിട്ട് നിന്ന് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകും ഭഗവാനെ കാണാൻ. എനിക്ക് ഭൂമിക്ക് താങ്ങാൻ വയ്യാതായി. വീണ്ടും നമ്മൾ മനസ്സിലാക്കിക്കോണം, ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ക്ഷമാശാലിയാണ് ഭൂമിദേവി. ശരിയല്ലേ? ഭൂമി, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിദേവിയോളം നമ്മൾ താഴണം എന്ന് പറയുന്നത്. അപ്പം അത്രയും ക്ഷമാശാലിയാണ്. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പിന്നെ അസുരന്മാർ വന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിട്ട്, പിന്നെ ഭൂനിവാസങ്ങൾ ഉണ്ടായിട്ട് ഒന്നും ഭഗവാൻ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭഗവാൻ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അത് ചെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാൻ യോഗ്യനായ ഒരാൾ വേണം. അത് ഭൂമിദേവിയാണ്. ആ ഭൂമിദേവിക്ക് എപ്പം സഹിക്കാൻ പറ്റാതെ വരുന്നു മാക്സിമം ഭൂമിദേവി ക്ഷമിക്കും. സർവം സഹയാമി. ആ ഭൂമിദേവി തീർത്തും ആവോളം ക്ഷമിക്കും. ആ ക്ഷമയ്ക്കും ഒരു അതിര് വിടുമ്പോഴാണ് ഭൂമിദേവി പ്രയാസപ്പെട്ട് എങ്ങോട്ട് പോകുന്നു? ഗോലോക വൃന്ദാവനത്തിലേക്ക്. അപ്പോഴാണ് ഭഗവാൻ അവിടുന്ന് വരുന്നത്. ത്രേതായുഗത്തിലാണെങ്കിലും ദ്വാപരയുഗത്തിലാണെങ്കിലും വരാനുള്ള കാരണം ഭൂമിദേവി. അപ്പൊ അങ്ങനെ വായിച്ച് നമ്മൾ പോയി. പിന്നെ അംഗദനോട് വായുദേവൻ പറയുന്നുണ്ട്, ഇത് വെറും സാധാരണ മനുഷ്യനല്ല, ശ്രീരാമദേവൻ മനുഷ്യനൽ ഓർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു, ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നു, സീതാദേവി വെറും സ്ത്രീയല്ല, ലക്ഷ്മി ദേവിയാണ്. അതുപോലെ തന്നെ ഈ ശ്രീരാമചന്ദ്രൻ ഈ കാട്ടിൽ കൂടെ അലയുന്നില്ലേ, അല്ലെങ്കിൽ സീതാദേവിയെ തേടിക്കൊണ്ട് വരണമെന്ന് പറയുന്നില്ലേ, സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് വായുദേവൻ പറഞ്ഞു കൊടുക്കും. പിന്നെ അടുത്തത് നമ്മൾ വായിച്ചത് സമ്പാദ്യവാക്യമാണ്. അപ്പം അതും കൂടെ അത് നമ്മൾ കുറച്ചേ വായിച്ചോളൂ. വായിക്കുമ്പോഴത്തേന് നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. പിന്നീട് ഹനുമാൻജി മഹേന്ദ്ര പർവ്വതത്തിൽ എത്തുന്നതും അവിടുന്ന് കടക്കുന്നതും മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അടുത്തോട്ട് വരുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നേരത്തെ വായിച്ചു, ശബരിയുടെ കാര്യം വായിച്ചു, ലക്ഷ്മണൻ ഉപദേശം വായിച്ചു. ഇവിടെ എല്ലാം സ്തുതികളാണ് പ്രധാനം. ഭാഗവത്തിൽ പോയി കഴിഞ്ഞാലും ഭീഷ്മസ്തുതി, ധ്രുവസ്തുതി, പിന്നെ കുന്തിസ്തുതി, അങ്ങനെ സ്തുതികളേ ഉള്ളു. ഇപ്പൊ ഇവിടെ എല്ലാം വായിക്കുന്നത് ഒരു കാര്യം പറഞ്ഞത്, സൂര്യപ്രകാശത്തെ നമുക്ക് കൃത്രിമമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഒന്ന്, അപ്പം സൂര്യപ്രകാശം വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ ഇരിക്കുകയും ഈ സൂര്യപ്രകാശത്തെ പ്രയോജനപ്പെടുത്തുകയും. നമ്മൾ വിത്ത് പാകും, ഈ വിത്ത് ഉണങ്ങുന്നതിന് സൂര്യപ്രകാശം വേണം. ശരിയല്ലേ?
അതേപോലെ സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞാലും അല്ലേ, അപ്പം മിതമായ രീതിയിൽ അപ്പം ഈ പ്രകാശത്തെ പല രീതിയിലാണ് പ്രയോജനപ്പെടുത്തുന്നത്. ചിലർ വൈദ്യുത വിളക്ക് കത്തിക്കാൻ പ്രയോജനപ്പെടുത്തും, ചിലർ വിത്തുകൾ പാകപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തും. അപ്പം ഈ സൂര്യപ്രകാശത്തെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതായത് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ നമ്മളാണ്, സൂര്യൻ വന്നിട്ട് നേരിട്ട് നിന്റെ വിത്ത് എനിക്ക് താ, ആ വിത്തിനെ ഞാൻ ശരിയാക്കട്ടെ, നിനക്ക് അടുത്ത പ്രാവശ്യം വിതയ്ക്കാനുള്ളതല്ലേ എന്ന് സൂര്യൻ വന്ന് ചോദിക്കുന്നില്ല. നമ്മള് വെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ കാര്യം, എൻ്റെ വിത്ത് പാകപ്പെടണം, നല്ലതുപോലെ പാകപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത വിളവിന് നല്ല നെല്ല് അല്ലെങ്കിൽ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ച്, കർഷകൻ തീരുമാനിച്ചിട്ട് ആ പ്രകാശത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് ആ ഭഗവാനെ വിളിച്ച് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാണ് സ്വയംപ്രഭ ചെയ്തത്. ആ സ്വയംപ്രഭ സ്തുതിയോടുകൂടി, വായുദേവന്റെ ഉപദേശത്തോടുകൂടി നമ്മൾ ഇന്നിവിടെ അധ്യാത്മരാമായണം പൂർത്തിയാക്കുമ്പോൾ വീണ്ടും ഞാൻ ആ രാധാകൃഷ്ണന്റെ വാക്യം എനിക്ക് വളരെ ഘടാകർഷിച്ചു എന്ന് തന്നെ പറയാം. ആ രാധാകൃഷ്ണന്റെ വാക്യം, ഒരു പുതിയ ലോകം സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ നാം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കണം. ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് സ്കൂളുകളുടെയും ലൈബ്രറികളുടെയും കടകളുടെയും ഫാക്ടറികളുടെയും പുനരധിവാസമല്ല, മറിച്ച് മനുഷ്യന്റെ പുനരധിവാസമാണ്. ശരിയാണ് പറഞ്ഞത്. ലൈബ്രറികളുടെ പുനരധിവാസമല്ല. ഒരു കാലത്ത് ഒരുപക്ഷെ മീരാജിയും സുമാജിയും ഒക്കെ ഈ ലൈബ്രറി പോയിട്ടുണ്ടാകാം, അല്ലേ? ലൈബ്രറി മെമ്പർ ആയിരുന്നിരിക്കാം. സുധീർ പ്രഭു ആയിരുന്നോ? അതെ പ്രഭു, കുറെ വായിച്ചിട്ടുണ്ട്. നമ്മൾ പോയി വായിക്കാൻ അത് ആ ഈ പുസ്തകങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഇന്നിവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കുറേ നോവലുകൾ വായിച്ചു വെക്കും, പൈങ്കിളി സാഹിത്യങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലും ചരിത്രങ്ങളാണെങ്കിലും ഇനി വിപ്ലവാത്മകമായ കൃതികളാണെങ്കിലും ഇതിനകത്തൊന്നും നമ്മളെ മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മൾ സമയം പോക്കിയതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നമുക്ക് കുറേ സന്തോഷം, അല്ലെങ്കിൽ മനസ്സിന് ചെറിയൊരു നേരം സന്തോഷം. ആ സമയത്ത് ഒരുപക്ഷെ അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവാം, ഈ നോവൽ വായിക്കുന്ന സമയമല്ല പുസ്തകം വായിക്കാൻ പറയും. അങ്ങനെ വായിക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മറ്റേതാണ്. വാരാന്ത പതിപ്പുകളും വീക്കിലികളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ മുൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പുനരധിവാസം അല്ലെങ്കിൽ പുനഃസൃഷ്ടി കടകളും ലൈബ്രറികളുമല്ല, മനുഷ്യനെയാണ് പുനഃസൃഷ്ടിക്കേണ്ടത്. ഒരു ജനത അഭിമാനത്തോടെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ലൗകിക വിജയത്തിൽ സമൃദ്ധിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് അതിന്റെ നാശത്തെ നിറവേറ്റുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് സ്കൂളുകളുടെയും ലൈബ്രറികളുടെയും കടകളുടെയും ഫാക്ടറിയുടെയും പുനരധിവാസമല്ല, മറിച്ച് മനുഷ്യന്റെ പുനരധിവാസമാണ്. ഒരു പുതിയ ലോകം സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ നാം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് യുനെസ്കോയുടെ മീറ്റിങ്ങിലാണ്. ഇതെനിക്ക് നേരിട്ട് കിട്ടിയതല്ല, പ്രഭുപാദരോട് കടപ്പാടാണ്. പ്രഭുപാദരുടെ സ്പീച്ചിലാണ് ഇത് പറഞ്ഞത്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഹരേ കൃഷ്ണ. അപ്പം സുമാജി പറയൂ. ഒന്നുമില്ല പ്രഭു പറയാൻ. ഇന്നത്തെ മാതാജി വായിച്ചില്ല, എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. മാതാജി എന്തോ ചെറിയ മൊബൈലിലാണ് ഓൺ ചെയ്തേ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വായിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതാണ്. ആ സ്വയംപ്രഭ സ്തുതി, പിന്നെന്താ സ്വയംപ്രഭ ആരാണെല്ലാം ഇന്നത്തെ ക്ലാസ് നന്നായി മനസ്സിലായി പ്രഭു. അപ്പൊ സ്തുതിക്കണം, ഭഗവാനെ സ്തുതിക്കണം. അതാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് അങ്ങ് സ്തുതിക്കണം. ഭാഗവത്തിന്റെ ശ്ലോകം വരുന്നുണ്ട്, മംഗളായ ച ലോകാനാം എന്ന് പറഞ്ഞാല് ലോകത്തിന് മംഗളകരമായവനെ. പ്രഥമസ്കന്ധത്തില വായിച്ചുകൊണ്ടിരിക്കുന്ന രസം അറിയാം വായിക്കാൻ. ഞാൻ വായിച്ചായിരുന്നോ ശ്ലോകം? എന്നോടാണോ? അതെ, വെള്ളിയാഴ്ച ആക്കട്ടെ. വായിച്ചിട്ടില്ല. ഒരു സമയമുണ്ട്, ഞാൻ നേരത്തെ നിർത്തി. ഒരു മിനിറ്റ്. നേരത്തെ നിർത്തിയത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ. പ്രഥമസ്കന്ധത്തില് എന്തോ ഭാഗവത്തില് മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച
ആസ്തേ യദുകുലാം ബോധവാദ്യു അനന്ത സഹപുമാൻ. ഇവിടെ പരമ ആസ്വാദകനായ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ആദിഭഗവാനായ അനന്തൻ ബലരാമനും സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ പുരോഗതിക്കും സംരക്ഷത്തിനും ക്ഷേമത്തിനുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. എത്ര സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതുപോലെ ശ്രീരാമചന്ദ്രൻ വന്നതും കുറെ ഭക്തന്മാരുടെ അനുഗ്രഹത്തിനും എന്തോ അത് പ്രഥമ സ്കന്ധത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം എന്നൊരു പേജുണ്ട്. അതായത് അധ്യായം 14 14-ാമത്തെ അധ്യായത്തില് ശ്ലോകം നമ്പർ 35-36. എല്ലാ ദിവസവും വായിക്കുന്നത് മനസ്സിനൊരു കുളിർമ കിട്ടും. കാര്യം അത്രയും സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു ശ്ലോകം. ആരാ പറയുന്നത്? പറയുന്നത് അർജുനനാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വായിക്കുക. സ്തുതികളൊക്കെ ഞാൻ നേരത്തെ നിർത്തി. സ്മിതമാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും? ഇതിന് റിലേറ്റഡ് ആയിട്ടൊന്നും പറയാനില്ല പ്രഭു. എങ്കിലും എന്തെങ്കിലും ജനറലായിട്ടൊരു ഒരു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു മെസ്സേജോ? ഞാൻ നാളെ ഗുരുമഹാരാജ് പറഞ്ഞ ഒരു കാര്യം പറയാം. ഗുരുമഹാരാജ് നാളെ പറയുമായിരുന്നു, നമ്മള് ജപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കുട്ടി അമ്മയ്ക്ക് വേണ്ടി കരയുന്നത്, ആ മൂഡിലായിരിക്കണം നമ്മള് ജപിക്കേണ്ടത്. കാരണം അങ്ങനെ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ നോക്കുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് എവിടെയെങ്കിലും നോക്കിയിരുന്ന് ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ ജപിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ എങ്ങനെ കേൾക്കും എന്നാണ് പറയുന്നുണ്ടായിരുന്നു. അതും ഒരു ശരിയാണ്. ഇപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നടക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ജപിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ ഭഗവാൻ കേൾക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക? അല്ല, നമ്മൾ ജപിക്കുന്നത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഭഗവാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പ്രഭു, നമ്മൾ ആദ്യം കേൾക്കണം. ബിക്കോസ് നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. ഞാൻ തമാശക്ക് പറഞ്ഞത്. അതായത് ഭഗവാന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ ഞാൻ ജപിച്ചുകൊണ്ടിരിക്കും, ഭഗവാൻ കേൾക്കുക, എന്റെ കാര്യങ്ങൾ ചെയ്തു തരിക. മനസ്സിലായില്ലേ? നമ്മളെ കേൾക്കണില്ല, പിന്നെയാണ് മാതാജി ശരിയാണ്, മാതാജി പറഞ്ഞത് ശരിയാണ്. കാര്യം നമ്മളത് ഒരു വഴിപാടിന്റെ ഭാഗമായിട്ട് എനിക്ക് 16 റൗണ്ട് ജപിക്കണം, അല്ലെങ്കിൽ പിന്നെ ഭഗവാനെ ജപിച്ചിട്ടാണ് കാര്യം നേടിത്തരേണ്ടത്. അതുകൊണ്ട് മെക്കാനിക്കൽ യാന്ത്രികമായിട്ടും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശ്രദ്ധകളെ ഇവിടെയല്ല. കൂടെ ആ ശ്രദ്ധ വന്നെങ്കിലല്ലേ ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് കയറി വരത്തുള്ളൂ. അതെ. പിന്നെ മഹാരാജ് പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാ, നമ്മളുടെ ഈ ഭക്തി എന്ന് പറയുന്നത് പാല് പോലെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ എന്താ പറയാ ആ ഓഷ്യനിലാണ് ആ പാലിന്റെ. അപ്പോ നമ്മള് നല്ല ആൾക്കാരെ അല്ല ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാലിലേക്ക്, അപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത ആൾക്കാര് വെള്ളം ചേർക്കും, അവസാനം പാല് തന്നെ ഇല്ലാണ്ടാവും. അന്ന് പ്രഭുവിന്റെ അടുത്ത് ഒരാള് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആകെ 4 ആളല്ലേ ഉള്ളൂ, എന്തിനാ ക്ലാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനുള്ള ഉത്തരം കൂടെയാണിത്. മഹാരാജ് പറഞ്ഞത്, ഇഫ് വി ഡോണ്ട് ആഡ് ഗുഡ് ഡിവോട്ടീസ്, കൃഷ്ണ ഇറ്റ് വിൽ ബി ലൈക്ക് ആഡിങ് വാട്ടർ. അപ്പൊ അവസാനം പാല് തന്നെ കാണാണ്ടാവും. അപ്പൊ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഉള്ള ആൾക്കാര് വളരെ സീരിയസ് ആൻഡ് സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാര് നമ്മളുടെ ഇതില് ഭക്തിയില് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു ഗുരുമഹാരാജ്. അതുപോലെ തന്നെ മാതാജി പറഞ്ഞു, ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇന്ന് വായിച്ചതിന്റെ സ്വയംപ്രഭ അഭ്യർത്ഥിക്കുന്നുണ്ട്. ദുസ്സത്സംഗം ഒന്നും എനിക്കുണ്ടാകല്ലേ, ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എനിക്കുണ്ടാകല്ലേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. പിന്നെ ഗുരുമഹാരാജ് പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാവരും വളരെ മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യണം, മെച്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസ് ആയിരിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരും ഭഗവാന്റെ കഥകള് പറയാനും പ്രചരിപ്പിക്കാനും
എന്താ പറയാ ഉള്ള പൊസിഷൻ. നമുക്കിപ്പോ എത്ര സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അധികം വിവരവും ഇല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടെ എന്താണോ പ്രഭുപാദിന്റെ ബുക്കിൽ എഴുതിയ അത് വായിച്ച് കൊടുക്കാനെങ്കിലും ഉള്ള ഒരു അതായത് ഓരോരുത്തരും ആചാര്യനാവണം. അത് ഓരോരുത്തരും പ്രീച്ച് ചെയ്യാൻ ശ്രമിക്കണം, അവരെ പറ്റുന്ന പോലെ, കഴിയുന്നത് പോലെ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും പ്രഭുപാദിന്റെ ബുക്സ് എല്ലാ ദിവസവും വായിക്കുകയും ഫിലോസഫി പ്രഭുപാദ് എന്താണോ പറഞ്ഞത് അത് ഒരു തരി പോലും അതില് നമ്മളുടെ എന്തെങ്കിലും ചേർക്കാതെ കറക്റ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യാനും നമ്മള് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭക്തിയിൽ നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജപം 4 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും, സിൻസിയർ ആൻഡ് സീരിയസ് ആയി ഇരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലേ നമുക്ക് നമ്മുടെ ഗുരുവിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും ഭഗവാന്റെയും മേഴ്സി, ദയക്ക് പാത്രമാവാൻ അപ്പോഴേ നമ്മൾക്ക് കഴിയുള്ളൂ എന്നാണ് ഗുരു മഹാരാജ് പറയുന്നുണ്ടായിരുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഞാനിത് പറയുമ്പം ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നേരത്തെ വായിച്ചു. അപ്പൊ ഞാൻ ആദ്യം പ്രഭുപാദരുടെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കും ഞാൻ എവിടുന്നോ വായിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അല്ല, പ്രഭുപാദര് എടുത്ത സ്റ്റേറ്റ്മെന്റ് ആണത്. മാതാജി കേട്ടിരുന്നോ വായിച്ചത്? സ്മിത മാതാജി ലാസ്റ്റ് പറഞ്ഞത് ഭാഗവതത്തിലല്ലേ പറഞ്ഞത് പ്രഭു? അല്ല, ഭാഗവത്തിലല്ല, ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പ്രഭുപാദരുടെ സ്പീച്ചിൽ പറഞ്ഞിരുന്നു. എസ് രാധാകൃഷ്ണൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പ്രഭുപാദർ അതേപോലെ എടുത്തിട്ട് പ്രഭുപാദർ പറഞ്ഞാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതാണ് യുനെസ്കോ മീറ്റിംഗിൽ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പ്രഭുപാദര് നല്ലതിനെ എല്ലാം പ്രഭുപാദർ എടുക്കും. കൂടെ ശങ്കരാചാര്യരെ പ്രഭുപാദര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പോലും വളരെ ഭവ്യതയോടെയും അനുഗ്രഹത്തോടെയാണ് പിന്നെ അഭിമാനത്തോടെയും ബഹുമാനത്തോടെ ശങ്കരാചാര്യരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നു. ശങ്കരഭാഷ്യം ഭഗവത്ഗീത നമ്മൾ ഭഗവത്ഗീത യഥാരൂപം വായിക്കുമ്പം ശങ്കരാചാര്യരുടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ശങ്കരാചാര്യരുടെ വളരെ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നു. അത് അവിടെയാണ് പ്രഭു. അങ്ങനെയാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആചാര്യന്മാരെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ഈ പറയുന്നതിന് കൂട്ട് നമുക്കൊന്നും ഇല്ല മനസ്സിൽ നിന്ന് പറയാൻ, നമ്മുടെ ബുദ്ധിയെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അവർ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുക, അന്യോന്യം സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. മീരാജി ഹരേ കൃഷ്ണ. നമ്മുടെ സമയമാവുന്നു. മീരാജി പറഞ്ഞോളൂ. പ്രഭു ഹരേ കൃഷ്ണ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോയിൽ വരൂ. ഹരേ കൃഷ്ണ. പ്രഭു അല്ലേ? പ്രഭു എല്ലാം കേൾക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, സ്മിതബാജി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, എല്ലാവരും പ്രീച്ചേഴ്സ് ആയിട്ട് മാറണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് കേട്ടു. സുമാജി, ഞാൻ അത്രയേ പറയുന്നുള്ളൂ ഇപ്പം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്രയേ ഉള്ളൂ. ശ്യാം സുധീർ പ്രഭു. മീരാജി, ഞാനൊരു വീഡിയോ കണ്ടു. നമ്മുടെ ഇന്ദിര മാതാജി ഗുരുമഹാരാജിന്റെ വ്യാസപൂജയ്ക്ക് വേണ്ടിയിട്ട് ഓഫറിങ് എഴുതിയിരിക്കുന്നത്. ബാലകൃഷ്ണ പ്രഭുവിനെ അറിയില്ലേ? ഞാനത് മീരാജിക്ക് ഫോർവേഡ് ചെയ്ത് തരണം എന്ന് വിചാരിച്ചു. ഞാൻ വിട്ടുപോയി അത്. അപ്പൊ ഗുരുമഹാരാജിന്റെ കാര്യം എടുത്തപ്പോ ഞാൻ പറഞ്ഞതാണ് വ്യാസപൂജ. കണ്ടപ്പോ സന്തോഷം തോന്നി. കാരണം മാതാജിയെ കുറെ കണ്ടിട്ട് ഇന്ദിര മാതാജിയെ. ഹരേ കൃഷ്ണ. ഫുൾ ബിസി തന്നെയാണ് അവിടെ. ഇങ്ങനെ ഗീതയും ഭാഗവതവും ഒക്കെ. ബാലകൃഷ്ണ പ്രഭു ഇല്ല. ബാലകൃഷ്ണ പ്രഭുവിനെ ഞാൻ കണ്ടു.